എല്ലാവർക്കും നമസ്കാരം. ഓപ്പേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ്. എട്ടങ്ങാടിക്ക് ഉപയോഗിക്കുന്ന അതേ കിഴങ്ങുകൾ തന്നെയാണ് തിരുവാതിരപ്പുഴുക്കിനായി ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ എട്ടങ്ങാടിക്ക് കിഴങ്ങുകൾ വേവിച്ച ശേഷമാണ് അരിയുന്നത്, എന്നാൽ പുഴുക്കിന് അരിഞ്ഞ ശേഷമാണ് വേവിക്കുന്നത്. പുഴുക്കിനായുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതോടൊപ്പം മറുവശത്ത് പാതിരാപ്പൂ ചൂടുവാൻ ആവശ്യമായ ദശപുഷ്പം തയ്യാറാക്കി വെക്കുകയാണ്. തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കുവാൻ ആവശ്യമായ പ്രധാന ചേരുവകൾ ചേന, ചേമ്പ്, കാച്ചിൽ, ഏത്തയ്ക്ക, നനകിഴങ്ങ്, കൂർക്ക, വൻപയർ, തേങ്ങ തുടങ്ങിയവയാണ്. അങ്ങനെ തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കുവാൻ തുടങ്ങുകയാണ്. അതിനായി ഒരു വലിയ പാത്രത്തിൽ കഷ്ണങ്ങളെല്ലാം വേവിക്കുകയാണ്. ആദ്യം ചേന വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് കാച്ചിലിട്ട് കൊടുക്കുകയാണ്. നമുക്കിവിടെ ചേരുവകളുടെ അളവ് പ്രത്യേകം എടുത്തു പറയാനില്ല, കാരണം നമുക്ക് ലഭ്യമാകുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പുഴുക്ക് തയ്യാറാക്കുക എന്നേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ പരിസരത്ത് ഏതൊക്കെ കിഴങ്ങാണോ ലഭ്യമാകുന്നത് അതുപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കൂർക്കയാണ് ചേർക്കുന്നത്. ഇനി ചേമ്പാണ് ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഈ കാണുന്നത് എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്, കണ്ണൻ കൊച്ചാട്ടനാണ് അരപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് നമ്മൾ അവിയലിനൊക്കെ ചതയ്ക്കുന്ന പോലെ തന്നെയാണ്. ഇതിൽ തേങ്ങ, ജീരകം, മുളക് പൊടി, കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടത് കൊണ്ട് ഗ്രൈൻഡറിലാണ് ചതച്ചെടുക്കുന്നത്. ഏകദേശം ഈ പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ശരിക്കും വെന്തിട്ടില്ല, അതുകൊണ്ട് ഇനി ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മകയിരം ദിവസത്തെ ഉച്ചഭക്ഷണവും എട്ടങ്ങാടി പുഴുക്ക്, തിരുവാതിരയ്ക്ക് എത്തുന്നവർക്കുള്ള അത്താഴവും എല്ലാം തന്നെ തയ്യാറാക്കുന്നത് ശങ്കരൻ ചേട്ടൻ, ശബരിച്ചേട്ടൻ, കണ്ണൻ കൊച്ചേട്ടൻ, ഗോപിച്ചേട്ടൻ എന്നിവർ ചേർന്നാണ്. എട്ടങ്ങാടിയും തിരുവാതിരപ്പുഴുക്കും സരസ്വതി പേരമ്മയുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത്. അരപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച വൻപയർ ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചവെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ തിരുവാതിരപ്പുഴുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വർഷത്തെ കഴിഞ്ഞുപോയി എങ്കിലും അടുത്ത വർഷത്തേക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.